ഫോർച്യൂണറിൽ നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ക്യാമറയും സെപ്പറേറ്റ് നമ്മുടെ ഓരോ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടയോട്ടയുടെ ഫോർച്യൂണർ വണ്ടിയിലാണ് നമ്മൾ ഈ 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഫോർച്യൂണറിൽ 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫോർച്യൂണറിലെ നമ്മുടെ കമ്പനി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്ത് നമ്മളതിൽ ക്യാമറ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. നമ്മൾ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് തന്നെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ 4 ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം ബാക്കിലും ഒരെണ്ണം ഫ്രണ്ടിൽ, അതുപോലെ തന്നെ 2 എണ്ണം മിററിനെയാണ് 2 എണ്ണം പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി അതിൻ്റെ കപ്ലറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. 60 ഡിഗ്രി ക്യാമറ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുത്ത് അതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് കേട്ടോ ഓൾറെഡി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടി അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീരിയോയിലേക്ക് തന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവാണ്. ഇത് കസ്റ്റമർ മുമ്പ് ഇവിടുന്ന് ഫിറ്റ് ചെയ്തേക്കുന്നതാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 360 ഡിഗ്രി ക്യാമറയുടെ വർക്കാണ് നമുക്കൊന്ന് ഇതിലേക്ക് ചെയ്യാനുള്ളത്. വണ്ടികൾ മാറുന്നതിനനുസരിച്ച് ഓരോരോ ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സാധാരണ ആദ്യം നമ്മുടെ വണ്ടികളിൽ ക്യാമറ പോലും ഉപയോഗിക്കാതെ നമ്മൾ വണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോഴാണ് ക്യാമറ എന്നുള്ളൊരു ഫംഗ്ഷൻ വന്നത്. റിവേഴ്സ് ക്യാമും കാര്യങ്ങളെല്ലാം, സ്ക്രീനും റിവേഴ്സ് ക്യാമറയും എല്ലാം വന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രീനും റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സായി. പിന്നെ അതിന് ശേഷം വന്ന ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് വണ്ടിയുടെ ഓരോ ഭാഗവും വ്യക്തമായിട്ട് കാണാം. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓരോ സൈഡും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലുള്ള 360 ഡിഗ്രി ക്യാമറകൾ വന്നു തുടങ്ങി. അതും സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറയ്ക്ക് ഭയങ്കര ഡിമാൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വർക്കുകൾ ഓരോ വണ്ടികളും ഇങ്ങനെ 360 ഡിഗ്രി ക്യാമറ ഫിറ്റിങ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ മിററിന് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 മിററിന് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ ഇപ്പോൾ ഊരി വെച്ചിരിക്കുകയാണ്. ഈ മിററിന് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്ത് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളെല്ലാം സപ്ലൈയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർച്യൂണറിൻ്റെ 2 മിററും കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. മിററിന് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മിറർ ഊരിയെടുത്തിട്ടുണ്ട്. 2 മിറർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മിററിൽ നമ്മളിത് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം പ്ലഗിങ് പ്ലേ ആണ് വരുന്നത്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ ആയാലും ഓരോ ക്യാമറയ്ക്കും നമുക്ക് അതിൻ്റെ വയറിങ്ങിൽ സോക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന 360 ഡിഗ്രി ക്യാമറ കാർ വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കേട്ടോ. ഇതാണ് 360 ഡിഗ്രി ക്യാമറയുടെ ഡിവൈസ്. മെയിൻ പ്രോസസ്സിങ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്.
ഓരോ ക്യാമറകളും നല്ല ക്വാളിറ്റി ഉള്ള HD ക്യാമറകളാണ് കേട്ടോ നമുക്ക് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും മിററും ഒക്കെ വരുന്ന നല്ല HD ക്യാമറകളാണ് എല്ലാം. ഹൈ റെസൊല്യൂഷനാണ്, നമുക്ക് കവറേജും കൂടുതലാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട് കേട്ടോ. ഇത് കാഴ്ചയ്ക്ക് റിമോട്ട് കൺട്രോൾ പോലെ തോന്നില്ലെങ്കിലും ഇതൊരു റിമോട്ട് കൺട്രോളാണ്. സെപ്പറേറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് സ്റ്റിയറിംഗ് മോണെങ്കിൽ സ്റ്റിയറിംഗും സ്റ്റിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് എല്ലാ ക്യാമറകളും ഇതിൽ കൺട്രോൾ ചെയ്യാം. ഇതിന് സെൻറ്ററിലൊരു ബട്ടൺസ് ഉണ്ട്, ബട്ടൺ ഓൺ ഓഫ് സ്വിച്ചാണ് അത്. അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓരോ ക്യാമറകളും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോ ക്യാമറകളും അടിപൊളിയൊരു ഐറ്റം തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഫോർച്യൂണറിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. സൈഡിലെ ക്യാമറയുടെ ഫിറ്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഹോളൊക്കെ അടിച്ച് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തു. വയറിംഗ് ഒക്കെ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇതുപോലെ ഇരിക്കും നമ്മുടെ മിററിന് വരുന്ന ക്യാമറ. അപ്പോൾ ഈ ഏരിയ മുഴുവൻ നമുക്ക് ഏകദേശം ഫുള്ളായിട്ട് നമുക്ക് ഈ ഭാഗം കവർ ചെയ്യും കേട്ടോ. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡ് മിററും കൂടി നമ്മൾ എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോളിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അതുമേ നമ്മൾ ക്യാമറ പിടിപ്പിക്കാൻ പോവുകയാണ്. റൈറ്റ് സൈഡ് ക്യാമറയുടെ ഹോളിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തു. അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ മിററിനുള്ള 2 ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ക്യാമറയുടെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലൊരു ക്യാമറ പിടിപ്പിക്കണം, അതുപോലെ തന്നെ ബാക്കിലും ഒരു ക്യാമറ പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ യൂണിറ്റിലേക്ക് വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിലെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആ നമ്പർ പ്ലേറ്റിൻ്റെ. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മളത് ഫ്രണ്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇതിലാണ് ക്യാമറ പുറത്തേക്കായിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. ഫ്രണ്ടിലത്തെ ക്യാമറയുടെ ഫിറ്റിങ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ 360 വർക്കിംഗ് ആക്കാൻ പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ പിടിപ്പിക്കാനുള്ള ക്യാമറ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ക്യാമറ. ഇത് നമ്മൾ ഇതേ പൊസിഷനിൽ തന്നെ നമ്മളിത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിവിടെ പിടിപ്പിക്കും. അങ്ങനെ ഫ്രണ്ടും ബാക്കും 2 മിററും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വർക്കെല്ലാം പൂർണ്ണമായിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ക്യാമറകളെല്ലാം നമ്മുടെ LCDയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം.
360 ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ നേരെ ബാക്കിലെ സ്പേസിലാണ് നമ്മൾ അതിൻ്റെ ഈ ഡിവൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് കൊടുക്കാൻ സൗകര്യവും അവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ സൗകര്യവും. ഇതാണ് നമ്മുടെ 360 ഡിവൈസ് വരുന്നത്, അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വയറിങ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓൾറെഡി വർക്കിംഗ് ആണ്. ഇനി നമുക്കിതിൽ ക്യാമറയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോർ പാഡുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് വർക്കുകളൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് വർക്കെല്ലാം പൂർണ്ണമാവും. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കണക്റ്റഡായി. നമ്മുടെ 360 ക്യാമറ നമ്മളിതിൽ കണക്ട് ചെയ്തു. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു പരിഹാരം കിട്ടാൻ ഒന്നിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ക്യാമറ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ LCD ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാമറകളാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്, ബാക്ക്, സൈഡ്, റിയർ എല്ലാം മിറർമത്തെ ക്യാമറകളെല്ലാം നമ്മുടെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഫോർച്യൂണറിൽ നമ്മൾ 360 ക്യാമറ ഫിറ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ക്യാമറയും സെപ്പറേറ്റ് നമ്മുടെ ഓരോ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടയോട്ടയുടെ ഫോർച്യൂണർ വണ്ടിയിലാണ് നമ്മൾ ഈ 360 ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ 360 ക്യാമറ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അത് കാണുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സും LCD എല്ലാ വർക്കുകളും നമ്മുടെ ഫോർച്യൂണറിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ്, ഓരോ ക്യാമറയുടെയും വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നു. ഇത് 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് അതിൽ ഫിറ്റ് ചെയ്തേക്കണത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന 360 ക്യാമറ. ഇപ്പോൾ നമുക്ക് 4 വശവും നമ്മുടെ കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇത് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇത് നമുക്ക് ഫുള്ള് ഫ്രണ്ട് കാണുന്നു. 3 പോർഷനായിട്ട് നമുക്ക് ഫ്രണ്ട് കാണാം. അതുപോലെ തന്നെ ഇത് 4 ഭാഗങ്ങളും നമുക്ക് ഈ പോർഷനിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രണ്ട്, ബാക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ബാക്ക് ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും എല്ലാ ഓപ്ഷനും നമുക്ക് ഇതിൽ ഇതേപോലെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളൊരു ജോയ്സ്റ്റിക്ക് നമ്മുടെ ഇവിടെ കയ്യിൽ നമുക്ക് വരുന്നുണ്ട്. ഇത് റിമോട്ട് കൺട്രോളാണ്. ഇതിൽ മാറുന്നതിനനുസരിച്ച് നമുക്കിതിൽ സ്ക്രീൻ നമുക്ക് ഈ കൺട്രോളിൽ മാറുന്നതിനനുസരിച്ച് ഇവിടെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ക്യാമറയും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് റിവേഴ്സ് വർക്ക്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഓരോ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്. ഇത് മീറ്ററിൽ കാണാൻ പറ്റും. ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ഈ ഭാഗം മുഴുവൻ കാർ അതേപോലെ പൊസിഷനിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ കാറ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വരും. പിന്നെ നമുക്ക് ഇതിന് റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 360 ക്യാമറ കൊണ്ട് നമുക്ക് വരുന്ന വിഷനുകളെല്ലാം. അപ്പോൾ നമ്മുടെ 360 ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് കസ്റ്റമർക്ക് ഇത് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ എല്ലാ ക്യാമറകളും അതുപോലെ തന്നെ പക്ക വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്യാമറയിൽ നമ്മൾ എങ്ങനെ കാണുന്നുള്ളതിനും പിക്ചറെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങൾ
നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാനിനി വീണ്ടും വരും. അതുവരെ ടാറ്റ, ബൈ ബൈ.